1000 ദിവസം എത്തിയെന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്ത ദിവസങ്ങളെല്ലാം അതേ ഓർമ്മകളൊക്കെ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ കോളേജ് ലൈഫിന്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു ഓറിയന്റേഷൻ. എനിക്ക് തോന്നുന്നു അന്നത്തെ ദിവസം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യമായിട്ട് കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തതും. പരിചയമുള്ള ആൾക്കാർ കുറവായിരുന്നു. ബെർലിനിൽ വാങ്ങിക്കൊണ്ടിരുന്ന ഒന്നരയുടെ സുന്ദരങ്ങൾ കണ്ടപ്പോൾ ചെറിയ ആശ്വാസം തോന്നുന്നു. ബ്രേക്കിംഗ് സെക്ഷനെ കുറിച്ചാണ് എനിക്ക് കിട്ടിയ പേരെന്ന് പറയുമ്പോൾ നൂർജഹാനായിരുന്നു. എന്ത് പറയണമെന്ന് അറിയാൻ വയ്യാത്തോണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഇതാണ് നമ്മളെ ഹിസ്റ്ററി ക്ലാസ്സിൽ നിന്നും പഠിച്ച നൂർജഹാൻ അല്ല, ഇതാണ് നൂർജഹാൻ കെ എന്നൊക്കെയാണ്. അപ്പം വെറുതെ ഒരു ഗുമ്മിന് വേണ്ടി പറഞ്ഞാണേലും ആദ്യം ചീറ്റിങ് പോയ ഒരു അനുഭവമായിരുന്നു എനിക്ക് തോന്നിയത്. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ ഒരു സുംബ കളിച്ച് ലിഗമെന്റ് പൊട്ടിച്ച ആളാ ഞാൻ. പക്ഷെ അന്ന് സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോർ വരെ പൊക്കിയെടുത്ത് ഇറങ്ങിയത് ഞാൻ ജീവിതത്തിൽ മറക്കൂല. ഫസ്റ്റ് ടൈം കൂട്ടിയിടത്തേക്ക് ശരിക്കും ഭയങ്കര സന്തോഷമായി, ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. ഗേൾസ് ഒക്കെ ഹോസ്റ്റലിൽ എത്തിയിട്ട് ആ ഡേ ഫുൾ ആ വൈറ്റ് കോട്ടിൻ്റെ അവിടെ സ്പെൻഡ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഇയർ ആണ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ്. അതിൽ ടീച്ചേഴ്സും നമ്മൾ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. ഇപ്പം അനാറ്റമി ഡിസെക്ഷൻ ഹാളിൽ തന്നെ അവിടെ ഇപ്പം ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എല്ലാവരും കൂടെ കിടന്ന് ഓടുന്നതും, പിന്നെ ഫിസിയോളജി ലാബിലാണെങ്കിൽ ബ്ലഡ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുന്നതും എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫിസിയോളജി ലാബ് അവിടെ ഈ കൈമ കുത്തി ചോരെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതെനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ശരിക്കും യൂണിവേഴ്സിറ്റിക്ക് 1 മാസം മുന്നാണ് ഞാൻ അതൊന്ന് പഠിച്ചെടുത്തത്. ശരിക്കും നമ്മുടെ ഫസ്റ്റ് സെമിനാർസ് എനിക്ക് ഫിസിയോളജി ആയിരുന്നു. ആ സമയത്തൊക്കെ ഫുൾ സെറ്റ് ഓഫ് ന്യൂ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെ എടുക്കണം ഒന്നും അറിയില്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ ക്ലാസ്സിൽ വിളിക്കുമ്പോൾ റോൾ നമ്പർ 6 ആബ്സെന്റ് 7 എന്നാണ് പറയാറ്. കാരണം എനിക്ക് മുമ്പുള്ള പുള്ളിക്ക് അങ്ങനെ വലുതായിട്ട് ക്ലാസ്സിൽ കയറുന്ന വലിയ ആഗ്രഹമില്ല. നമുക്ക് ഏറ്റവും വലിയ ഓർമ്മ എന്ന് പറയുമ്പോൾ MH തന്നെയാണ്. പിന്നെ അങ്ങനെ ഓരോ മെമ്മറി എടുത്ത് പറയാനാണെങ്കിൽ കുറെ സമയം എടുക്കും. അപ്പൊ ഫസ്റ്റ് ഇയറിൽ ന്യൂ ഇയർ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആദ്യം തന്നെ ഓർമ്മ നമ്മള് ഹോൾ ബാച്ച് ആയിട്ട് പരസ്പരം അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ ലുലു മോളിലേക്ക് പോയതാണ്. കുറച്ച് കേട്ടെങ്കിലും ഇപ്പോഴും ലുലു ആലോചിക്കുമ്പോൾ ബെസ്റ്റ് മെമ്മറി അതാണ്. ഫസ്റ്റ് വാലന്റൈൻസ് ഡേ എല്ലാവർക്കും ഡിഫറെന്റ് ഡ്രസ് കോഡ് ആണെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കല്, പ്രപ്പോസൽ, വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഫിലിം. പിന്നെ മെമ്മറബിൾ ആയിട്ട് തന്നെക്കിടയിൽ നമ്മൾ ബോയ്സ് കുറച്ച് പേര് കൂടി ലാൻഡേൺ കത്തിച്ചു വിട്ടു. ലാൻഡേൺ എന്നൊക്കെ അങ്ങനെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് മാത്രമാണ് ഫസ്റ്റ് ടൈം കത്തിച്ചത്. ഫ്രഷേഴ്സിൽ ഞങ്ങൾക്ക് മെയിനായിട്ട് പ്രോഗ്രാംസ് ആയിരുന്നു. രാഹുൽ ബാബുവിന്റെ ഡാൻസ് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ റിനുവിന്റെ ചക്ക കവിത രണ്ടും പൊളിയായിരുന്നു. ആദ്യത്തെ ഹോളി 8th യൂണിൻ്റെ 40 മാച്ചിൻ്റെ കുറേ ഗെയിംസ് ഉണ്ടായി. നമ്മളെല്ലാവരും തറവിൽ എൻജോയ് ചെയ്തു. ആർട്സ്, ഗെയിംസ്, സ്പോർട്സ് 2017 ബാച്ചിൻ്റെ ലൈഫ് ചേഞ്ചിങ് മൂമെൻറ്റ്. ഫസ്റ്റ് കോളേജ് ഡേ. ബാക്കി ഞാൻ പറയാം. അവൻ്റെ തന്നെ കമ്പി വീണ് ബോധം പോയതുകൊണ്ട് അവൻ ആർട്സ് എന്തുവെന്ന് അറിയത്തില്ല. സ്പോർട്സ് മാസം അവൻ്റെ ഓർമ്മയുള്ളൂ. ഞങ്ങളുടെ ബാച്ചിൽ എത്ര പേരുണ്ടോ അത്രയും പേരും കഴിവ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ആ ഒരു ദിവസങ്ങളിൽ. ആ ഒരു മാസം അല്ലെ പോട്ടെ ഒരു 2 ആഴ്ച അതാണ് ഞങ്ങളുടെ ബാച്ചിന്റെ ഒരു ബെസ്റ്റ് ഡേയ്സ് എന്ന് പറയാൻ മാത്രം. ഞാൻ കോളേജ് തൊട്ട് ആദ്യമായിട്ട് കൊക്കോയുള്ള പേര് തന്നെ കേൾക്കുന്നത്. അത് ഏരിയോസിൽ വെച്ചാണ് ആദ്യമായിട്ട് കൊക്കൊക്കെ ഇറങ്ങിയത്. ഉറക്കെണിക്കുക, ചേച്ചിമാരെ വഴക്ക് കേൾക്കുക, പിന്നെ താമസിച്ച് ക്ലാസ്സിൽ പോവുക. കൊക്കോ അതൊരു 1.5 കളിയാണ്. അതിൽ ആർട്സ് ആണ് എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളത്. ആർട്സ് ഡാൻസ് പെർഫോമൻസ് റിസൾട്ടിന് വേണ്ടിയിട്ട് ആകാംക്ഷയോടെ നിൽക്കുന്ന സന്തോഷം. ആർട്സ് എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരിക ഗ്രിഫിൻസ് ആണ്. ടീം സ്പിരിറ്റ് പൊളിയായിരുന്നു. കുറെ പേരായിട്ട് കമ്പനി ആവാൻ പറ്റി. ലേറ്റ് നൈറ്റ് വൈബ്സ് അടിപൊളിയായിരുന്നു. രാത്രി ഫുൾ പ്രോപ്പ് ഉണ്ടാക്കി രാവിലെ എണ്ണീറ്റ ഉടനെ സ്പോർട്സ് പ്രാക്ടീസിന് പോവാ. രാത്രി തിരിച്ചു വരുമ്പോഴത്തെ കംപ്ലീറ്റ്ലി ടയർഡായിട്ട് പക്ഷെ നല്ല എൻജോയ് ചെയ്തൊരു സമയമായിരുന്നു. ഫസ്റ്റ് ഇയർ ഞാൻ ഗ്രിഫിൻസിലായിരുന്നു. ആ ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടെന്ന് അധികം ആർക്കും അറിയാത്തതുകൊണ്ട് ഒരു പണി എടുക്കാണ്ട് പ്രോഗ്രാംസ് ഒക്കെ കണ്ട ആൾക്കാരായിരുന്നു. കോളേജിൽ കയറിയിട്ട് കിട്ടിയ ഫസ്റ്റ് ട്രിപ്പാണ് ഗ്രിഫിൻസിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത്. OBG ഡിപ്പാർട്ട്മെന്റ് നമ്മളന്ന് കൊണ്ടുപോയത്. ഫസ്റ്റ് നമ്മൾ പോയത് ബീച്ചിലേക്കാണ്. അപ്പോൾ അവിടെ വെച്ചാണേലും ജിതിൻ ചേട്ടനൊക്കെ കൂടെ നമ്മൾ കടലിലേക്കൊക്കെ വലിച്ചെറിയണ്ടായത്. അപ്പോൾ ഒരിക്കലും മറക്കില്ല. പിന്നെ അന്ന് വാങ്ങിച്ചത് ഫുഡ് അത് ഭയങ്കര ലാവിഷായിട്ടാണ് നമ്മളെല്ലാവരും കഴിച്ച, ആരും മറക്കില്ല. ഫസ്റ്റ് കോൺവെക്കേഷൻ കോളേജിൽ ചേർന്നിട്ട് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇവന്റ് ആയിരുന്നു അത്. കോളേജ് ഫുൾ ഡെക്കറേറ്റ് ചെയ്തു. അന്ന് ആ ദിവസം A ബാച്ചിന് മാത്രമേ മോഡൽ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നു. ജർമ്മനി പറ്റിയ സമയത്ത് ഹോസ്റ്റലിട്ട് ഫുള്ള് ഓടിച്ചതും എലിവേറ്റർ റൂമിന്റെ അവിടെ പോയി 2-3 മണിക്കൂർ ഓടിച്ചതും റൂമൊക്കെ ചവിട്ടി പൊടിച്ച് അതൊന്നും ഒരിക്കലും മറക്കില്ല. ഗേൾസ് ഹോസ്റ്റലിലെ ഗ്രൂപ്പ് സ്റ്റഡിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ എനിക്ക് ഫസ്റ്റ് ഇയർ അനാറ്റമി പ്രാക്ടിക്കൽ എക്സാമിൻ്റെ തലേ ദിവസത്തെ നമ്മുടെ ഡിസ്കഷനാണ് ഓർമ്മ. ഒരു ഫോട്ടോ എടുത്തായിരുന്നു. അത് എന്നും ഒരു ഓർമ്മയാണ്. കോളേജ് എത്തിയിട്ടുള്ള ഫസ്റ്റ് ഡേയ്സ് അനാറ്റമി മോഡൽ എക്സാംസ് വീട്ടിൽ പോകാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കോളേജിൽ നിന്ന് മാക്സിമം എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു. തലേന്ന് ഹോസ്റ്റലിൽ നിന്ന് ഗേൾസ് ഒക്കെ മെഹന്തിയിട്ട് നമ്മൾ അടുത്ത ദിവസം നേരെ ലുലുവിലേക്ക് വിട്ട് കുറേ ഫുഡ് കഴിച്ച് കറങ്ങി റൈഡ്സിൽ കയറി തിരിച്ചു വരുമ്പോൾ ഹോസ്റ്റലിൽ ബാക്കിയുള്ളവർക്ക് നമ്മൾ കേക്കെല്ലാം വാങ്ങി കട്ടും.
യൂണിവേഴ്സിറ്റീസ് ആണെന്ന് പറയുമ്പോഴത്തേനും ഒരു കോയിന്റെ 2 സൈഡ് പോലെയാണ്. ബിക്കോസ് ഒരു സൈഡ് നിൽക്കുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ നമ്മൾ എടുത്ത യൂണിവേഴ്സിറ്റീസ് ആണ് ഫസ്റ്റ് യൂണിവേഴ്സിറ്റി. വേറെ സൈഡ് നിൽക്കുമ്പോഴത്തേനും കുറെ മെമ്മറീസ് നമുക്ക് അതൊരു യൂണിവേഴ്സിറ്റീസ് ആണ് ഫസ്റ്റ് യൂണിവേഴ്സിറ്റി. പക്ഷെ അതിന് മുമ്പിൽ ഒരു മാസക്കാലം സോ കോൾ സ്റ്റഡി ലീവ്, നട്ടുച്ചയ്ക്ക് വെയിലും കൊണ്ട് കൂൺ ഐസ്ക്രീം കഴിക്കാൻ പോലും 24 മണിക്കൂർ ലുഡോ കളിക്കലും. ഫസ്റ്റ് ഇയർ എക്സാമിൽ ഏതൊരു സ്റ്റുഡന്റ് നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. അത് തന്നെയാണ് ഞാൻ നേരിട്ട സ്ട്രെസ്. 2018 വെള്ളപ്പൊക്കം സിഗരറ്റ് വലി ആദ്യമായിട്ട് വീട്ടിൽ പിടിച്ച ഈ സമയത്താണ്. എല്ലാവരും ഫിസിയോളജി എക്സാമിന് ടെൻഷനിലിരിക്കുന്ന സമയത്ത് ആ ടെൻഷൻ പ്രകൃതി ഏറ്റെടുത്ത പോലെയായിരുന്നു വെള്ളപ്പൊക്കം വന്നത്. എല്ലാവരും ഒത്തുകൂടി ഒരു ആഘോഷാന്തരീക്ഷം തന്നെ സൃഷ്ടിച്ചു. ഇത്രയും ടെൻസും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സമയത്ത് സംഗീതത്തിന്റെ പ്രത്യേകത തന്നെ അതാണല്ലോ. ശരിക്കും ഒരു കുടുംബം പോലെയാണ് നമ്മളെല്ലാവരും. അഫ്താവിന്റെ സിനിമ പേര് പറഞ്ഞിട്ടൊരു കളിയൊക്കെ റിനുവിന്റെ ക്രിക്കറ്റ്, ഉച്ചയ്ക്ക് ചൈനയിൽ കഞ്ഞി കുടിക്കാനുള്ള ഒരു പോക്കുണ്ട്. അതൊക്കെ വൻ കോടിയാണ്. ക്ലബിന്റെ ടൈമിൽ ഞാനും തത്തയും ദീപക്കും കൂടെ തിരുവനന്തപുരത്ത് പോയി. ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. തിയേറ്ററിൽ പോയി ഫിലിം കണ്ടായിട്ട് ഓർമ്മയുണ്ട്. ഫേവറേറ്റ് മൂമെന്റ് ഇൻ എ ബാച്ച് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ ഡിസക്ഷൻ ഹോളാണ്. കാരണം ഏറ്റവും പേടിച്ച് ചെന്ന ലാബും ലാസ്റ്റ് പോയപ്പോൾ ഏറ്റവും കൂടുതൽ മിസ്സായ ഒരു ലാബാണ്. പിന്നെ ഞങ്ങളെല്ലാവരും ഫസ്റ്റ് കമ്പനി ആവുന്നതും ഡിസക്ഷൻ ഹോളിൽ വെച്ചാൽ. ബി ബാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല മൊമെന്റ് ഉണ്ട്. ഏറ്റവും ഫേവറേറ്റ് ആയി തോന്നിയ മൊമെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിലാണ്. അതിലുള്ള ഒരു കാര്യമാണ് ബി ബാച്ചിലെ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഇപ്പോൾ ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണെന്നുണ്ടെങ്കിൽ അന്ന് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഒരു ബാച്ചായിട്ട് ചാലാക്ക ബേക്കറി പോകുന്നതും അവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുന്നതും പിന്നെ സെൽഫി എടുക്കുന്നതും കാര്യം പറയുന്നതും അതെല്ലാം നല്ല മെമ്മറീസാണ്. ബീച്ചസ് എന്ന് പറയുമ്പോൾ ഞാൻ ഫ്രണ്ട്സിനോടൊപ്പം ഏറ്റവും എൻജോയ് ചെയ്തൊരു ഫേവറേറ്റ് പ്ലേസ് ആണ്. നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് മറൈൻ ഡ്രൈവിൽ പോയിട്ടുണ്ടായിരുന്നു. മറൈൻ ഡ്രൈവിൽ അങ്ങനെ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് പോയതൊന്നുമല്ല. എല്ലാവരും കൂടെ ചേർന്ന് അടിച്ചു പൊളിച്ച് ബോട്ടിംഗ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തൊരു സൂപ്പർ ട്രിപ്പ്. നമ്മുടെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷന്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അന്ന് നമ്മുടെ ഗേൾസ് എല്ലാവരും കൂടി കൂടിയിട്ട് പക്ഷേ റെസ്ട്രിക്ഷൻസ് ഒക്കെ പൊടിച്ചിട്ട് നമ്മൾ എല്ലാവരും കൂടി ചിറങ്ങിപ്പോയി. അതിനൊക്കെ കുറെ കിട്ടുകയും ചെയ്ത്. പക്ഷെ അടിപൊളിയാണ്. നമ്മൾ ശരിക്കും അടിച്ചു പൊളിച്ച്. അവിടെ ഏറ്റവും മെൻഷൻ ചെയ്യേണ്ട കാര്യം അവിടുത്തെ ബജ്ജിയാണ്. ഞങ്ങള് യൂണിവേഴ്സിറ്റി എക്സാം കഴിഞ്ഞിട്ട് സീനിയേഴ്സ് ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞിരുന്നു ആരും പുറത്തൊന്നും ഇറങ്ങാൻ പോയത്. എന്നിട്ട് ഞങ്ങളെല്ലാവരും അതൊന്നും കേൾക്കാതെ ഞങ്ങൾ മറൈൻ ഡ്രൈവ് പോയി. ഞങ്ങൾ അവിടെ ബോട്ടിൽ പോയി പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിച്ച് അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഇയർ എവിടെയെങ്കിലും പോട്ടെ. അപ്പൊ ഞങ്ങളെല്ലാം കൂടി വയനാട്ടിൽ പോയി. ഗേൾസ് ട്രിപ്പാന്ന് വിചാരിച്ചത്. അപ്പൊ പക്ഷെ സർപ്രൈസിംഗ്ലി ക്ലാസ്സിലെ ബോയ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ചെറിയൊരു ക്ലാസ് ട്രിപ്പ് പോലെയായിരുന്നു. അത് പിന്നെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ഫുൾ കേക്ക് ഒക്കെ കട്ട് ചെയ്ത് അടിപൊളിയായിരുന്നു വയനാട് ട്രിപ്പ്. വയനാട് ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മള് സെക്കൻഡ് ഇയറിന്റെ ഫസ്റ്റ് ടൈം ക്ലാസ്സും കട്ട് ചെയ്ത് ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോൾ പുറപ്പെട്ട ഒരു ട്രിപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രിപ്പായിരുന്നു നമ്മൾ പോയി വെച്ചിട്ട്. നമ്മൾ വയനാട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. കുറേ ട്രക്കിങ്ങും ഭയങ്കര അഡ്വഞ്ചറസ് ആയിരുന്നു. ആൻഡ് മെയിൻ ഹൈലൈറ്റ് കുറുമ്പാലക്കോട്ട അബവ് ക്ലൗഡ്സ് അത് വല്ലാത്തൊരു ഫീലായിരുന്നു. ആൻഡ് ഇതിനോടും ഫുഡും ഒക്കെ പൊളിയായിരുന്നു. എനിക്ക് ആദ്യമായി മനസ്സിലേക്ക് ഓടി വരുന്നത് മുട്ടയടിച്ചതിനെ കുറിച്ച് ഓർക്കുന്നതാണ്. ഒരിക്കലും മുട്ടയടിക്കില്ല എന്ന് പറഞ്ഞു നടന്നവർ തന്നെ ആദ്യം ചാടിക്കയറി മുട്ടയടിച്ച് കോളേജിലോട്ട് നടന്ന കാര്യം ഓർക്കുമ്പോൾ ഇപ്പോഴും ശരി വരുന്നു. മൂന്നാർ പോയത് ഞങ്ങൾ പെട്ടെന്ന് എക്സാം കഴിഞ്ഞപ്പോൾ വെറുതെ കഴിഞ്ഞു. നീലക്കുറിഞ്ഞിമുത്തുണ്ടായിരുന്നു. നീലക്കുറിഞ്ഞിമുത്ത് കാണാൻ വേണ്ടി പോകുന്നപ്പോൾ എനിക്കിപ്പോൾ സൈനും പ്രണവും കുറിച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ട ഫസ്റ്റ് കണ്ട ബസ്സിൽ കയറി നേരെ അങ്ങോട്ട് മൂന്നാർ പോയി. കുമലയിൽ പോയി അവിടെ കണ്ട് തിരിച്ചിങ്ങോട്ട് വന്നു. ഞങ്ങളൊരു 5 പേര് മൂന്നാർ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ബുള്ളറ്റിന്. ഞങ്ങൾ 1.5 മണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് ചായ കുടിക്കാൻ നിർത്തിയതും ഓരോ സ്പോട്ടിൽ നിർത്തിയതും ഫോട്ടോ എടുക്കാൻ നിർത്തിയതും പിന്നെ ബൈക്ക് പോവേ ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൂടെ ബൈക്ക് ഓടിച്ച് പോയതും വീണതും അങ്ങനെ കുറെ മെമ്മറീസ്. മൂന്നാർ ബുള്ളറ്റ് ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ബുള്ളറ്റ് റെന്റ് എടുക്കാനായിട്ട് ഫോർട്ട് കൊച്ചി പോയിരിക്കുകയാണ്. അപ്പോൾ ബുള്ളറ്റിന്റെ ഓണർ വരുന്നു, ക്ലീൻ ഷേവ് ചെയ്ത് മുട്ട അടിച്ച് ഞങ്ങളെ കാണുന്നു. എന്നിട്ട് പുള്ളി മുർഷിനോട് വന്ന് ചോദിക്കാണ്, എടാ എനിക്ക് 18 വയസ്സ് കഴിഞ്ഞാണോ എന്ന് ചോദിച്ചു. അപ്പൊ മുർഷി ഇങ്ങനെ എന്നെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയുകയാണ്, ഇവൻ എന്റെ അച്ഛനാണുള്ള പ്രായം. അങ്ങനെ ഞാൻ ദയനീയമായിട്ട് സെയ്ദുവിനെ നോക്കുകയാണ്. സെയ്ദുവിനെ നോക്കുമ്പോൾ സെയ്ദ് ചുണ്ടു പൊത്തിയിരുന്ന് ചിരിക്കുന്നുണ്ട്. അടുത്ത അഫ്താബിനെ നോക്കിയാൽ ജിംബ്രൂട്ടനെ കണക്കിരിക്കുകയാണ്, മീശതാടി മുടിയൊന്നും ഇല്ലാതെ. അടുത്ത ഞാൻ ഗോപിയെ നോക്കുന്നു, ഗോപി ഇന്നലെയാണ് ഷേവ് ചെയ്തതെന്ന് ഓർക്കാതെ ഇല്ലാത്ത മീശ പിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോപി. അങ്ങനെ ഫസ്റ്റ് ഇയർ ഒക്കെ പാസ്സായി നേരെ കയറി ചെല്ലുന്നത് ക്ലിനിക്സിലേക്കാണ്. സ്റ്റെപ്പ് നീ ഹാമർ ഒക്കെ കൊണ്ടുപോകാനാണ് പറഞ്ഞതെങ്കിലും പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വന്നത് ഹെഡ്സെറ്റ്, പവർ ബാങ്ക് മുതലായ സാധനങ്ങളാണ്. സെക്കൻഡ് ഇയർ കയറിയപ്പോൾ തന്നെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അതിനിടയിലാണ് ആദ്യത്തിൻ്റെ ബർത്ത്ഡേ പാർട്ടി വന്നത്. എല്ലാം അറേഞ്ച് ചെയ്തത് ആദ്യത്തിൻ്റെ അമ്മയായിരുന്നു. പിന്നെ ഓർഗനൈസ് ചെയ്തത് ആദർശും നന്ദിതയും കൂടിയായിരുന്നു. പിന്നെ അതിനകത്ത് മറക്കാനാകാത്ത ഒരു നിമിഷം എന്ന് പറയുന്നത് റോഹന്റെ പാട്ടാണ്. അത് ഇന്നും എല്ലാവരും ഓർമ്മിക്കുന്നു. നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഫ്ലാഷ് മോബിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ 17 ബാച്ചിന് ആദ്യമായിട്ട് ഡാൻസ് ചെയ്യാനൊരു അവസരം കിട്ടിയൊരു ഇവൻ്റാണ്. നമ്മൾ ആക്ച്വലി തലേന്നാണ് അത് അറിഞ്ഞത് ഫ്ലാഷ് മോബ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എക്സൈറ്റ്മെൻറ്റ് കൂടി അവസാനം 3 സസ്പെൻഷനൊക്കെ കിട്ടിയായിരുന്നു.
പിന്നെ ഫ്ലാഷ് മോബ് നമ്മൾ ഭയങ്കര പ്രാക്ടീസ് ഒക്കെ ആയിട്ടാണ് പോയതെങ്കിലും വിചാരിച്ചത്രയും സക്സസ് ആയില്ല. കോളേജിലും കോളേജിൻ്റെ പുറത്തുമായിട്ടും വോളിബോളിൽ പല ടൂർണമെൻറ്റ്സ് കളിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും ഫേവറേറ്റ് ടൂർണമെൻറ്റ് എന്ന് പറയുന്നത് കുവാസ് ഓർഗനൈസ് ചെയ്ത സോണൽസ് ആയിരുന്നു. അതിൽ നമ്മൾ കോട്ടയത്തിനെ പൊട്ടിച്ചിട്ട് സെക്കൻഡ് റണ്ണർ പോയ മൊമെൻ്റ് ആയിരുന്നു. ഞങ്ങൾ ബോയ്സ് എല്ലാവരോടും ഒരുമിച്ചുള്ള ഫസ്റ്റ് ട്രിപ്പ് ആയിരുന്നു. 3 days വാഗമൺ ട്രിപ്പ്. പറയുകയാണെങ്കിൽ ബോയ്സ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അതിൽ ഓർമ്മയില്ല. ബട്ട് സ്റ്റിൽ ഫ്രം വാട്ട് വി ക്യാൻ റീകളക്ട് ഇറ്റ് വാസ് ആൻ അമേസിംഗ് 3 days ഓഫ് അവർ ലൈഫ്. ദ ഫസ്റ്റ് ടൈം വിത്ത് ഓൾ ഓഫ് us together. സോ ഐ ഹോപ്പ് ഇനിയും അതുപോലത്തെ കുറേ ട്രിപ്പുകൾ ഉണ്ടാവട്ടെ. കോളേജിൽ നിന്നുള്ള ഫസ്റ്റ് ബോയ്സ് ട്രിപ്പ് 2 ദിവസം ഞങ്ങൾ ബോയ്സ് എല്ലാവരും കൂടെ ചേർന്ന് അടിച്ചു പൊളിച്ചു. ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളത് അവിടെ ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്തതാണ്. പിന്നെ ഉള്ളത് ഒരു കട്ടിക്കാൻ വാട്ടർഫോൾസിലേക്കുള്ള ഒരു അഡ്വഞ്ചറസ് ജേർണി, സ്ഥലം കണ്ടുപിടിച്ച് കുത്തിനുള്ള സ്റ്റെപ്പ് ഇറങ്ങിയൊക്കെ ഉള്ളത്. മെഡിക്കോസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കളിക്കുന്ന ഗെയിമിനേക്കാളും അല്ലെങ്കിൽ ആ ടീം സ്പിരിറ്റിനേക്കാളും അല്ലെങ്കിൽ ആ കളി ജയിക്കുന്നേക്കാളും ഒക്കെ എനിക്ക് ഫേവറേറ്റ് മൂമെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ബാച്ച് തരുന്ന ആ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടും ചെയറുണ്ടല്ലോ, അത് അൺഫർഗറ്റബിൾ ആണ്. 70 ബാച്ചിന്റെ ഫസ്റ്റ് ആർട്ട് ഫെസ്റ്റ് ആയിരുന്നു കുഹാസ് ആർട്ട് ഫെസ്റ്റ് 2019. ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്ത് ഞങ്ങളുടെ ഗോൾഡൻ മൊമെന്റ് ആയിരുന്നു അത്. ഫുൾ ബഹളം, എല്ലാവരും ഡേ നൈറ്റ് അടിച്ചു പൊളിച്ച് നല്ല വർക്ക് ചെയ്തൊരു കാര്യമാണ്. ഓൾ അബൌട്ട് അക്കമ്പനിങ് ദി പാർട്ടിസിപ്പൻസ്. നമ്മുടെ ബാച്ചിന്റെ ടീം വർക്ക്, യൂണിറ്റി, ബാച്ച് സപ്പോർട്ട്, ഡ്യൂട്ടിയിലെ നിന്നുള്ള പരക്കം ബാച്ചില്, പിന്നെ ലേറ്റ് നൈറ്റുള്ള കാത്തിരിപ്പുകൾ. And I'm sure each one of us who had been there would have carried such beautiful memories back home. നല്ല മെമ്മറി ആയിട്ട് തോന്നിയിട്ടുള്ളത് റവേറയ്ക്ക് പോയപ്പോൾ CMCക്ക് എതിരായിട്ടുള്ള ഫുട്ബോൾ മാച്ചിൽ അവരുടെ ഹോമിൽ വെച്ച് അവരെല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യാൻ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് ജയിച്ചത്. ഫുൾ മോട്ടിവേഷൻ്റെ ടീംസാണ്. എന്നിട്ട് അതേ ഫുട്ബോളിൽ തന്നെ ഞാൻ പെനാൽറ്റി അടിച്ച് വെളി കളഞ്ഞപ്പോൾ ഇട്ട് കളിയാക്കിയ ടീംസ് തന്നെയാണ് അവർ. വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ മറക്കാത്തൊരു കളിയുണ്ട്. CMCക്കെതിരെ കളിച്ച ഫുട്ബോൾ മാച്ചാണ്. കളി ജയിച്ചതിൻ്റെ ആവേശത്തിൽ നമ്മളെല്ലാം കളിക്കാരുടെ അടുത്തേക്ക് ഗ്രൗണ്ടിലേക്ക് ഓടിപ്പോയായിരുന്നു. ആ ഒരു ഫീലിംഗ് ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഇയറിന്റെ കഷ്ടപ്പാട് കാരണം, ഈ കളറൊക്കെ കളയാനുള്ള കഷ്ടപ്പാട് കാരണം സെക്കൻഡ് ഇയറിൽ ഹോളിക്ക് ഇറങ്ങാൻ നല്ല മടിയായിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങണ്ടെന്ന് വെച്ചിരുന്നപ്പോഴത്തേക്കിന് എല്ലാവരും കൂടെ വിളിച്ചുകൊണ്ട് പോയി മൊത്തം കളറിലും വെള്ളത്തിലും മുക്കി പൊളിയായിരുന്നു. പിന്നെ ഗ്രൂപ്പ് ഫോട്ടോയും എല്ലാം കൂടെ നല്ല രസമായിരുന്നു. സെക്കൻഡ് കോൺവെക്കേഷൻ നമ്മുടെ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ ബ്ലൂ ആയിരുന്നു. സോ എല്ലാവരും ബ്ലൂ ഡ്രസ്സിൽ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ നമ്മുടെ തന്നെ ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. പിന്നെ ഗൗരിലക്ഷ്മിന്റെ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം കൊണ്ട് നമ്മൾ നന്നായി എൻജോയ് ചെയ്തു. സെക്കൻഡ് ഇയർ കോൺവെക്കേഷൻ എന്ന് പറയും മനസ്സിൽ ഓർമ്മ വരുന്നത് അന്ന് 2K17 വാക്കാണ്ട ഫോർ എവർ നമ്മൾ കളിച്ച ബാച്ചിന്റെ ഡാൻസ് ആയിരുന്നു. നമ്മൾ ചുമ്മാ പൊളിയാണ്. പ്രത്യായ എന്ന് പറയുമ്പോൾ നമ്മുടെ 13 ബാച്ചിന്റെ കോൺവെക്കേഷനാണ്. പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് നമ്മൾ ബാച്ച് മൊത്തം സ്റ്റേജിലൊക്കെ കയറി നമ്മുടെ മിക്സ് ഡാൻസിന് ലാസ്റ്റ് നമ്മൾ എല്ലാവരും നമ്മുടെ സ്ഥിരം പരിപാടിയായ വക്കാണ്ട അതൊക്കെ ഇറക്കി നല്ല രസമായിരുന്നു. ഇത്രയും പേരും കൂടെ ഒരുമിച്ച് സ്റ്റേജിലൊക്കെ കയറി അതിൻ്റെ പ്രാക്ടീസ് സെഷൻസൊക്കെ എല്ലാം അടിപൊളിയായിരുന്നു. എൻ്റെ സിസ്റ്ററിൻ്റെ ഫസ്റ്റ് ഹോളി കമ്പനി എല്ലാവരും വന്നത് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും പേര് വരും എന്നുള്ളത്. അത് ഞാൻ മാത്രമല്ല, മൈ ഫാമിലി വാസ് ഓൾസോ സോ ഹാപ്പി ഓൺ ദാറ്റ് ഡേ. സെക്കൻഡ് ഇയറിലെ കോളേജ് ഡേ വാസ് ഓൾസോ ഫുൾ വിത്ത് ലോട്ട്സ് ഓഫ് ഗുഡ് മെമ്മറീസ്. നമ്മുടെ ബാച്ചിലുള്ള ഒട്ടുമിക്ക എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് മാക്സിമം പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്ത് കുറേ സഹായിച്ചൊക്കെ ചെയ്ത് ഭയങ്കര ഇവൻറ്റ്ഫുള്ളും നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത് കുറേ ദിവസങ്ങളായിരുന്നു. കോളേജ് ഡേ സ്പോർട്സ് എന്ന് പറയുമ്പം എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് റിലേയും പിന്നെ കൊക്കോ കളിച്ചതുമാണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ കുറച്ച് പ്രഷർ ചെയ്തിട്ടാണ് ഇതിനൊക്കെ ഇറക്കിയത്. അപ്പോൾ കൊക്കോ പ്രാക്ടീസ് ചെയ്തിട്ട് കാലിന് കുറച്ച് പ്രോബ്ലമായിട്ട് മെയിൻ ഗെയിമിനൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ സെക്കൻഡ് ഇയർ ആയപ്പോൾ റിലേക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു, കൊക്കോയും കളിച്ചു. മൊത്തത്തിൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സോ NMC സ്ട്രൈക്ക്, നമ്മുടെ കോളേജിൽ NMCയുടെ അഗെയിൻസ്റ്റ് ആയിട്ട് സ്റ്റുഡൻസ് ഒരു സ്ട്രൈക്ക് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ പറവൂർ പോയി ആൾക്കാരുടെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിരുന്നു മെയിൻ ഉദ്ദേശം. അപ്പോൾ NMC എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിന് എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു. നമ്മൾ പേഴ്സണലി എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ MBBS ലൈഫിലൊരു ഭയങ്കര ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ സ്റ്റുഡൻസ് ലൈഫിലെ ഒരു മെമ്മറബിൾ ഡേ ആയിരുന്നു. ഞങ്ങൾ സർവേയുടെ ഭാഗമായിട്ട് അംഗനവാടി വിസിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ കുട്ടികളുടെ കൂടെ കളിക്കാനും അവരുടെ പാട്ടുകൾ കേൾക്കാനൊക്കെ കഴിഞ്ഞു. അതൊരു ബ്ലിസ്ഫുൾ മൊമെന്റ് ആയിരുന്നു. ഞാൻ വളരെയധികം ആസ്വദിച്ചു. ഫീൽഡ് വിസിറ്റ്സിനെ പറ്റി ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ആംബുലൻസ് ആണ്. കാരണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വിസിറ്റിനെ കൊണ്ടുപോയിട്ടുള്ളത് ആംബുലൻസിനാണ്. പിന്നെ സർവേക്ക് പോകുന്ന വീട്ടിലുള്ള ചേച്ചിമാർക്ക് ഭയങ്കര സ്നേഹം. അവർ ഞങ്ങൾക്ക് നാരങ്ങയുള്ള ഫ്രൂട്ട്സ് ഒക്കെ തരാറുണ്ട്. Basketball matches, it's one of the most amazing memories that I've had here in SNIMS. We are the first women's basketball team and I'm proud to be a part of it. I used to love our post-game rituals that we used to have, whether we win or we lose. ആർട്സിനൊക്കെ പോയാൽ ലേമർ, ബൂച്ചിക്കവോ, ആസ്ലി, പിന്നെ ടെർസാബു, ഗാഥ, എന്തോന്നിലൊക്കെ പറ്റുമെന്ന് പറയുന്ന ആര്യ, റിസ്വാന എല്ലാവരും പോയി. കുൽക്കർണി സാറിൻ്റെ സെൻറ്റ് ഓഫ് ഒരു മെമ്മറബിൾ മൊമെൻ്റ് ആണ്. ഞങ്ങൾ എല്ലാവരും ചേർന്ന് കേക്കൊക്കെ മുറിച്ച് സാറിന് ഒരു സിൻസിയർ ആൻഡ് റെസ്പെക്ട്ഫുൾ ഫെയർവെൽ നൽകി.
നമ്മൾ സാറിന് ബോട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. അപ്പോൾ സാർ ഭയങ്കര സർപ്രൈസ്ഡ് ആയി, സാർ ഭയങ്കര ഹാപ്പി ആയി. ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന 2 സാധനം, ഒന്ന് പണി, ഒന്ന് ട്രീറ്റ്. പിന്നെ ട്രീറ്റ് ആണെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ അവിടെ നിറഞ്ഞ് കവിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു എല്ലാ ഡിഷും ഓരോ ട്രീറ്റിന് കഴിച്ചു കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡൻസ് യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ്. സത്യം പറഞ്ഞാൽ ഒട്ടും ആഗ്രഹിക്കാതെ ഈ പോസ്റ്റിലേക്ക് എത്തിയ ആളാണ് ഞാൻ. എന്നെ പിടിച്ച് ഈ പോസ്റ്റിൽ ഇരുത്തിയതാണ് എന്ന് തന്നെയാണ് പറയാം. ഇപ്പോൾ ഒരു വെയിറ്റൊക്കെയുള്ള പോസ്റ്റ് ആണെങ്കിലും നല്ല മുടിഞ്ഞ പണിയാണ് എന്ന് ഈ പോസ്റ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ നന്നായി മനസ്സിലായി. ഫുഡ് അടിക്കാൻ അല്ലാണ്ട് പിന്നെ പോയിസ് എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇത് പടം കാണാൻ. ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ആദ്യത്തിൻ്റെ ആദർശിൻ്റെ കാർഡൊക്കെ വെച്ചിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ബുക്ക് ചെയ്തിട്ട് പോക്കുണ്ട്. തിയേറ്ററിൽ പോയിട്ട് ആകെ കൂക്കി വിളിച്ച് ബഹളം വെച്ച് ആകെ അലമ്പാക്കിയിട്ട് നല്ല വൈബ് തന്നെയാണ്. കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് കുഞ്ഞുനാൾ തൊട്ടേ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അതിൻ്റെ നല്ലൊരു ഫ്രീഡം കൂടെ ചെയ്തത് ഹോസ്റ്റലിൽ വന്നതിന് ശേഷം. ഹോസ്റ്റലിലെ കുക്കിംഗ് ഒരു രസമാണ്, അത് ശരിക്കും ഒരു ആഘോഷമാണ്. ചെയ്ത് തരാനായിട്ട് കുറച്ച് പേരൊക്കെ കാണുമെങ്കിലും കഴിച്ചു തീർക്കാൻ ചെക്കന്മാർ എന്നും ഉണ്ടാവും, കൂടെ ഉണ്ടാവും. അതൊരു രസമാണ്. എത്ര പറഞ്ഞാലും തീരത്തില്ല. ശരിക്കും അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വീട്ടിലിങ്ങനെ ഇരിക്കുന്നത്. ഞങ്ങൾ ബോയ്സ് ഏറ്റവും കൂടുതൽ ഒത്തുകൂടിയ സ്ഥലമാണ് അത്താണി. അവിടെ എത്തണ വരെ ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ച് അത്താണി എത്തുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഒന്ന് വേറെ തന്നെയാണ്. അവിടെ നിന്ന് ഒരു തട്ടുകളിൽ നിന്ന് ചൂട് ബൂസ്റ്റും രാജാവും കുടിച്ചിട്ട് നേരെ എയർപോർട്ടിൻ്റെ അടുത്ത് പോയി എന്തോ ഒരു കൗതുകം പോലെ, പ്ലെയിനൊക്കെ പറക്കുന്നതാണ്, എന്തോ ഒരു കൗതുകം പോലെയൊക്കെ തോന്നുന്നു. എന്നിട്ട് ആ നടു റോട്ടിൽ കിടന്ന് ഡാൻസ് കളിക്കുക, തുള്ളുക. നമ്മൾ 17 ബാച്ചാണ് ഫസ്റ്റ് ഓണം. അത് പിന്നെ എടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ സെലിബ്രേഷൻ തലേ ദിവസം ഹോസ്റ്റലിൽ പലരും ഉറങ്ങിയിട്ടില്ല എക്സൈറ്റ്മെൻറ്റ് കാരണം. ഓണം സെലിബ്രേഷനിൽ മെമ്മറബിൾ എന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേറ്റ് എല്ലാവരും കൂടെ സാരി ഉടുക്കൽ, പിന്നെ മത്സരത്തിലൊക്കെ പങ്കെടുക്കുക, പായസം ഉണ്ടാക്കുക, അത് തിന്നുക, വടംവലിയിൽ ചീറിയ ഇതൊക്കെ. എന്താ എല്ലാവരും ടൂറിൻ്റെ പേര് ഇങ്ങനെ സജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നല്ല തട്ടുപൊളിപ്പൻ മലയാളം പേരുകളൊക്കെ എല്ലാവരും പറഞ്ഞ് സജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞത് നമ്മുടെ ബാച്ചിൻ്റെ പേരെന്താ വെക്കണം, അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഒരു പേര് വേണമല്ലോ എന്നിങ്ങനെ പറഞ്ഞത്. അപ്പം വെറുതെ ഇങ്ങനെ കീവേഡ് വെച്ചിട്ട് വാങ്ങി നോക്കിയിരുന്നപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയത്. അപ്പോഴാണ് ഇങ്ങനൊരു പേര് കിട്ടിയത്. അപ്പോൾ ആ ലിങ്ക് ഞാൻ സെന്നിന് ഫോർവേഡ് ചെയ്ത് കൊടുത്തു. അപ്പം പിന്നെ പറഞ്ഞത് അവസാനം ഫിക്സായി. ഗേൾസ് ഞാൻ ജസ്റ്റ് ആരും തള്ളിക്കൊല്ലാതെ ഞാൻ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ടൂറിൻ്റെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവർക്കും ആ പേര് വലിയ കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ നമ്മുടെ ഒഫീഷ്യൽ ടൂറിൻ്റെ പേര് ഇങ്ങനെ ഇട്ട് കൊളാക്കി എന്നോട് എല്ലാവർക്കും വളരെ നന്ദിയുണ്ടെന്ന് എനിക്കറിയാം. ഒരാൾക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവമാണ് അവരുടെ ബാച്ച് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ. ബാച്ച് ടൂറിനെ പറ്റി പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ബസ് റൈഡാണ്. അവിടുത്തെ ഡാൻസ്, പാട്ട്, ഗോവയിലെ ബീച്ച്, അവിടുത്തെ ആക്ടിവിറ്റീസ്, ഡണ്ടയിലെ വൈൽഡ് ഡ്രാഫ്റ്റിംഗ്. ഒരു 7 ദിവസത്തെ യാത്ര, അത് 7 സെക്കൻഡ് പോലെ പോയത്. CPR എന്ന് വെച്ചാൽ എനിക്ക് 3 കാര്യങ്ങൾ ഓർമ്മ. ഒന്ന് അഫ്താബിൻ്റെ CPR, സെക്കൻഡ് വൺ ഓഫ് കോഴ്സ് ഗിന്നസ് ഡിക്ലെയർ ചെയ്തത്, തേർഡ് ഹൈലൈറ്റ് ഓഫ് ദി ഡേ അത് നമ്മൾ സ്റ്റോളോട് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത്. ഞങ്ങൾ തൊമ്മങ്കത്ത് പോയതായിരുന്നു ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ്. 5 മണിക്ക് ഹോസ്റ്റൽ എന്തായാലും തുറക്കില്ല. അപ്പോൾ രാവിലെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് തുറന്നിട്ട് മാഡം അങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് ഞങ്ങൾ ഒളിച്ചാണ് ബാക്കി 5 പേര് ഇറങ്ങിയത്. ഇറങ്ങിയിട്ട് ഞങ്ങൾ ഒറ്റ ഓട്ടം വെച്ചെടുത്തു. ഓട്ടം നിന്നത് ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടാണ്. കോളേജ് ലൈഫിലെ മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ളതാണ് തുമ്മക്കുത്ത് പോയത്. അന്ന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് റിനുവിൻ്റെ കിളി പോയതും അതുപോലെ തന്നെ ബസ്സിൻ്റെ ഫ്രണ്ടിൽ ചാടിക്കറിയിൽ നിന്ന് അവൾ കൈ കാണിച്ചിട്ട് കണ്ടക്ടറിൻ്റെയും യാത്രക്കാരുടെ കയ്യിൽ നിന്നൊക്കെ ചീത്ത വാങ്ങിച്ചതൊന്നും മറക്കാൻ പറ്റില്ല. റിസൾട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ടീമായിട്ട് ട്രിപ്പ് ഉണ്ടാക്കേണ്ട വർക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ ചെയ്ത് രാത്രി വരെ ചെയ്ത് ക്ഷീണിച്ച് ഷോക്ക് അടിച്ചിരിക്കുമ്പോഴേക്കും സീനിയേഴ്സ് ഞങ്ങൾക്ക് 7 ഒക്കെ കൊണ്ടുവന്ന് തരുമായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ടീം വർക്ക് നൈസ് പോലീസ്. സെക്കൻഡ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന അരവിന്ദിൻ്റെ ഗിഫ്റ്റ് തുറക്കുന്ന കാർഡാണ്. പിന്നെ നമ്മുടെ സെക്കൻഡ് ചാൻസിൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി നമ്മുടെ കേക്ക്. അത് ആദ്യം ബേക്ക് ചെയ്തപ്പോൾ ഒന്നും ശരിയായില്ലായിരുന്നു. രണ്ടാമത്തെ കേക്ക് ബേക്ക് ചെയ്ത് വന്ന് റൈസ് ചെയ്യാനുള്ള ടൈമൊക്കെ ഭയങ്കര കുറവായിരുന്നു. ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു. ബാച്ച് എന്ന് പറയുമ്പം ഈ കൊല്ലത്തെ ന്യൂ ഇയർ ആയിരുന്നു. ഈ കൊല്ലത്തെ ന്യൂ ഇയർ മോസ്റ്റ് ഓഫ് ഞങ്ങൾ എല്ലാവരും കൂടെ പുതുവൈപ്പ് ബീച്ചിൽ പോയി. പിന്നെ നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ് പോയി ഫുഡൊക്കെ കഴിച്ചു. രാത്രി കുറേ ലേറ്റായിട്ടാണ് തിരിച്ച് ഹോസ്റ്റലിലെത്തിയത്. വാർഡൻ ഗേറ്റ് അടയ്ക്കുന്നതിന് തൊട്ട് മുന്നേ ആയിരുന്നു തിരിച്ചെത്തിയത്. അപ്പോൾ അതൊരു മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു. ഓട്ടോപ്സി എന്ന് പറയുമ്പോൾ മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. സത്യം പറഞ്ഞാൽ അന്ന് കഴിച്ച ബിരിയാണിക്ക് പോലും ഓട്ടോപ്സിൻ്റെ മണമായിരുന്നു. അത്രയ്ക്ക് അതൊരു ഹാങ് ഓവറായിരുന്നു. പിന്നെ അതൊരു ഓവറോൾ നൈസായിരുന്നു. ഓട്ടോപ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു സ്മെല്ല് നമുക്ക് എങ്ങനെയും ഇറങ്ങി പോകാൻ മതി എന്നായിരുന്നു. 1-2 പേർക്ക് തലയൊക്കെ ഇറങ്ങി. പിന്നെ നമ്മൾ ചെന്ന് കയറിയപ്പോൾ തന്നെ നമുക്ക് നല്ല ഫയറിനൊക്കെ കിട്ടി. പിന്നെ സ്ക്രീനൊക്കെ കണ്ട് കിഡ്നിയും കാണിച്ച് പറഞ്ഞിരുന്നു. അതായത് സംഭവം നൈസായിരുന്നു. ആക്ച്വലി സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് തേർഡ് ഇയറിലേക്ക് പോകുന്ന ഒരു സ്റ്റേജിലാണ് നമ്മൾക്ക് ഈ ലോക്ക്ഡൗണും ക്വാറന്റൈനൊക്കെ വന്നത്.
സ്റ്റാർട്ടിംഗ് ഒക്കെ ഇറ്റ് വാസ് ഗുഡ്, നമ്മൾക്ക് കുറേ ഫ്രീ ടൈം കിട്ടുന്നുണ്ടല്ലോ. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനില്ലാണ്ട് കംപ്ലീറ്റ് അത് ബോറായി തുടങ്ങി. എല്ലാവരും കണക്ട് ചെയ്യുന്ന ഒരു ബോണ്ട് ഉള്ളത് കാരണം നമ്മളെല്ലാവരും ഉള്ള എല്ലാ പ്രോഗ്രാമും അടിപൊളിയായിരുന്നു, എല്ലാ ഇവന്റ്സും അടിപൊളിയായിരുന്നു. ഈ ഫാമിലിയുടെ പാർട്ടായിട്ട് 1000 days ഒന്നും ആയിട്ടില്ല. പക്ഷെ ഇവിടെ വന്നത് മുതൽ ഈ ഫാമിലി മെമ്പേഴ്സിലെ ഓരോരുത്തരും തുടങ്ങി നമ്മുടെ കോളേജ് ഗാലറിയിലിരുന്നാൽ കാണുന്ന ആകാശം വരെ അത്രയധികം അടുപ്പുള്ള ആത്മബന്ധങ്ങളും ഓർമ്മകളും എനിക്ക് തന്നിട്ടുണ്ട്. ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് ഫാമിലി. ഹാപ്പി 1000 days വെക്കാണ്ട.